സ്വാഗതം. ഞാൻ അനീഷ. ഞാൻ ഇന്ന് നിൽക്കുന്നത് തനൂഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അതായത് ഒമാനിലെ തനൂഫ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാമുണ്ട്. ഡാം കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഡാമൊക്കെ ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വെള്ളമില്ല. അപ്പോൾ എക്സ്പീരിയൻസ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വരണ്ട് കിടക്കുന്ന ഡാം എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാമിൻ്റെ ചുറ്റുവട്ടം. ചെറുതായി കാറ്റൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അപ്പം ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, വെള്ളവും ആ ഒരു ക്ലൈമറ്റും എല്ലാം കൂടെ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ഈ ഡാം ഉണ്ടാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കിണറുകൾ റീചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഡാമിൽ കൂടെ ഇപ്പോൾ ഒരാൾ നടന്നു പോണ ഒരവസ്ഥയൊക്കെയാണ്. ആ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് ഈ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്ന വഴി എന്തായാലും നല്ല രസമായിരുന്നു. ഇപ്പോൾ ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു വഴി കൂടെയാണ് ഇവിടം വരെ എത്തിയത്. എന്നാലും തന്നെ നല്ലൊരു വ്യൂ ആണ്. പച്ചപ്പും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊരു പ്രത്യേക തരത്തിലുള്ള വ്യൂ ആണ്. ഒരു ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലം. നമ്മുടെ അവിടുത്തെ ഡാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പൊക്കെയാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ളത്. ഇത് മലയിലൊക്കെ നല്ല നല്ല വെട്ടി വെച്ചിട്ടുള്ള ഡിസൈനുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ചുറ്റും ശരിക്ക് കണ്ടോളൂ. നല്ല വലിയ വലിയ പാറകളൊക്കെയാണ്. അപ്പോൾ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് രാത്രി നേരത്ത് അല്ലെങ്കിൽ ഈ നേരത്ത് അതിൻ്റെ സെറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ളതെന്ന് വെച്ചാൽ ഈ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു 173 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ പുറകിൽ കണ്ടോ, അതാണ് ഇതിൻ്റെ പോകുന്നത്. നമുക്ക് കുറച്ചുകൂടെ നല്ല കാറ്റുണ്ട്. എൻ്റെ മുടിയൊക്കെ പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് ഫുൾ ഡ്രൈ ആണ്. എൻ്റെ അമ്മ എന്ത് വലിയ പാറകളാന്ന് നോക്കിയേ. കിടക്കുന്ന പാറകളൊക്കെ നോക്കിയേ. ഈ ബാക്കിൽ ഈ നല്ല വഴി പോലെ കിടക്കണില്ലേ, ഇതാണ് ഈ ഡാം എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ മഴ പെയ്തപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ മഴയുടെ വെള്ളം മുഴുവനും ഒലിച്ച് ഇവിടെ വന്ന് വീണ് ഇവിടുത്തെ എന്താ പറയുക സ്രോതസ്സൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് ഈ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഈ വരുന്ന വഴിയിൽ അവിടെ ഒരു കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട്. കുഞ്ഞിന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞാട്ടോ, വലുതൊന്നുമല്ല. പിന്നെ ഇവിടെ കൂടെ ഒരു റോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ഏതൊരു സ്ഥലത്തേക്ക് എത്തുന്ന അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വരണ്ടുണങ്ങിയ ഡാമാണ്. ഇവിടുത്തെ ചെടികളിലൊക്കെ മാരക മുള്ളാട്ടോ. ഈ മുള്ളുള്ള ചെടികൾ മാത്രമേ എവിടെയുള്ളൂ. നോക്കൂ, എൻ്റെ പുറകിലത്തെ ഒരു മല. ഞാൻ എന്തോ ചെത്തി വെച്ച പോലത്തെ മലകളാണ്. ഇവിടെ മൊത്തം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാമെന്ന് തോന്നുന്നു. ആ കുറച്ച് മരങ്ങൾ കാണില്ലേ, ആ പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് നടക്കാനുള്ള വഴി പോലെ അവരിട്ടിട്ടുണ്ട്. ഓ, ദേ ഒരു മാവ് നിൽക്കുന്നു. മാവ് ദേ മാവാണേ. മാങ്ങ ഒന്നുമില്ല. മാവല്ലേ ഇത്? അയ്യോ സോറി കേട്ടോ, ഇത് മാവല്ല, ഇത് വേറെ എന്തോ ആണ്. ഇവിടെ മാവ് സംഭവങ്ങളൊന്നും ഇല്ല. ഉള്ള ഡാമാണെങ്കിൽ ആകെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഡാം കരിഞ്ഞുണങ്ങി വരണ്ട് ഒന്നുമില്ല. ഇപ്പം അതിൽ കൂടെ വണ്ടികളൊക്കെ പോണ ട്രാക്കാണ് കിടക്കുന്നത്. ഞാനേ ഇപ്പോൾ ഡാമിക്ക് ഒന്ന് ഇറങ്ങാൻ പോവാണ്. എന്തായാലും വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നേരത്തല്ലേ നമുക്ക് ഡാമിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും എനിക്ക് നീന്തലൊന്നും അറിയില്ല. അതുകൊണ്ട് വെള്ളമൊന്നുമുള്ള നേരത്ത് ഇവിടെ വന്ന് ചാടാൻ പറ്റൂല. അതുകൊണ്ട് ഞാനൊന്ന് ഡാമിൽ ഇറങ്ങുകയാണ്. അയ്യോ ഭയങ്കര വരൾച്ച കേട്ടോ ഇവിടെ. ഈ ചില ഫോട്ടോയിലൊക്കെ കാണില്ലേ ഇങ്ങനെ പാടം വിണ്ട് കിടക്കുന്ന പോലെ,
അതുപോലാണ് ഇപ്പം ഈ ഡാമിൻ്റെ അവസ്ഥ. ഫുള്ളിങ്ങനെ വിണ്ട് കിടക്കുകയാണ്. കണ്ടില്ലേ, ഡാമിലത്തെ മണ്ണാണത്. ഇത് ഫുള്ള് വിണ്ട് കിടക്കുകയാണ്. അതിലൊരു മരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് മല. ഈ കാണുന്നതാണ് ഡാമിൻ്റെ വെള്ളം തടഞ്ഞു നിർത്തുന്ന ആ മതിൽ. അങ്ങനെ ഞാൻ ഡാമിൽ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഫുൾ ഡ്രൈ ആയിട്ട് ഇല്ലാണ്ട് കിടക്കുകയാണ്. പക്ഷേ കുറച്ച് നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സമയത്ത് വന്നാലും ഇവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. വെള്ളമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാം. നല്ല രസമായിരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇതിൻ്റെ ഇടയിൽ നിന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ. പക്ഷെ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് കട്ടൊക്കെ എടുക്കുകയാണേ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണമെങ്കിൽ കേക്ക് പോലെ. അപ്പോൾ ഡാമിൻ്റെ സൈഡ് ഇതാണ്. ഇനി ഇങ്ങോട്ടേക്ക് വന്ന വഴി ഞാൻ കാണിച്ചു തരാം. എന്നത് കുറച്ച് എന്താ പറയുക, ഓഫ് റോഡ് പോലെയുണ്ട്. ഈ സൈഡിൽ കുറച്ചൊക്കെ നല്ല റോഡുണ്ട്. പിന്നെ ഇവിടെയൊക്കെ റോഡൊക്കെ എപ്പോഴും നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ കുഴപ്പമില്ല. അത് എൻ്റെ പിന്നിൽ കാണുന്നത് ഡാമാണ്. വെള്ളമില്ലാത്ത വരണ്ട് കിടക്കുന്ന ഡാം. പക്ഷെ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് വേണ്ട പച്ചപ്പൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പച്ചപ്പ്. അപ്പം ഞാൻ ഡാമിൽ നിന്ന് കയറി. ഇത് ഈ സൈഡിലുള്ള പാറകളാണ് കേട്ടോ. നല്ല വലിയ പാറ കഷ്ണങ്ങൾ. മോളിലേക്കൊക്കെ നോക്കൂ. അങ്ങനെ പാറ വല്ലതും കടന്ന് വീഴുവോ ആവോ, ആ ലെവലിലാണ് ഇവിടെ പാറകൾ. പിന്നെ വെള്ളം പോകാനൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കാന പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളമൊന്നും പോകാനുള്ളതൊന്നും ഇവിടെ ഇല്ല. സൈഡിൽ ഫുള്ള് കട്ടപ്പാറയാണ്. കട്ടപ്പാറ. വൈകുന്നേരം ഈ നേരത്തൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ നല്ല സുഖമായി നടന്ന് നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളമുള്ള സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും ഒരു കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ ഭാഗത്ത് ഞാൻ നേരത്തെ ഇറങ്ങിയില്ലേ, അതൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഡാമിൽ കുറച്ച് വെള്ളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കുറച്ച് വെള്ളം ഉണ്ട് ഇവിടെ. നമുക്കത് നോക്കാം. ഇവിടെ ഞാൻ ഒരു മതിൽ ഇവർ ഉണ്ടാക്കി വെച്ചുള്ളത് കണ്ടു. എനിക്ക് തോന്നിയത് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന്. അതായത് ഇവിടെ കുറേ ഉരുണ്ട കല്ലുകളുണ്ട്. ഈ ഉരുണ്ട കല്ലുകളൊക്കെ കൂടെ ഒരു കമ്പി വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കവറിങ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കല്ലുകൾ നല്ല ഭംഗിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അകലെ നിന്ന് കാണുമ്പോൾ നോക്കി എന്ത് രസത്തിലാണ് അതിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് നോക്കൂ, എങ്ങോട്ട് തിരിഞ്ഞാലും മല മാത്രം. ഞാൻ ഇവിടെ കണ്ടൊരു സംഭവമാണ് ഈ പോണ വഴിയിൽ. ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിങ് പോലെ, ഒരു കോട്ട പോലെ കണ്ടു. ഇവിടേക്ക് കയറി നോക്കിയപ്പോൾ ഇവിടെ താഴെ മീനുകളുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ കയറി പോവാവുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ കയറാൻ പറ്റില്ല. കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതായിരുന്നു. പക്ഷെ കണ്ടില്ലേ, ഈ പടികളൊന്നും അത്ര നല്ലതല്ല. റിസ്ക് എടുത്ത് വേണമെങ്കിൽ കയറാവുന്നതേ ഉള്ളൂ. എന്നാലും എനിക്ക് പേടിയാണ്. മുമ്പ് കോട്ടയുടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ കുറേ പഴയ ഇതുണ്ട് കേട്ടോ. അതൊക്കെ ഫുള്ള് ഉരുളങ്കല്ല് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ വെളിച്ചം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറി ചെല്ലാം നമുക്ക്. ഇവിടെ കൂടി ഉണ്ട് ഒരു വഴി. ഈ വഴി കൂടെ നമുക്ക് കയറാം. എന്തൊക്കെയോ ചത്തു എടുക്കുന്ന മണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളും ഈ ഉരുളങ്കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഇവിടെ. വാവ്, ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ കേട്ടോ. നോക്കി, പഴയ കോട്ടകളുടെ അവശിഷ്ടങ്ങളൊക്കെയാണിത്. കുറേ ഏരിയയിലുണ്ട് കേട്ടോ. ഇത് മുഴുവൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പുറത്തേക്കൊക്കെ ഉണ്ട് ഇത്. പഴയൊരു കോട്ട ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ളതാ. ഇതിൻ്റെ മുകളിൽ കയറുന്നാൽ തന്നെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിയുമെന്ന് ദൈവത്തിനറിയാം. ഇവരുടെ ഒരു പ്രത്യേകത ഒരു കളിമണ്ണ് പോലത്തെ എന്തൊക്കെയാണ് ഈ മെയിൻ മെറ്റീരിയൽ. അപ്പോൾ ഇത്രയാണ് ഈ ഡാമിൻ്റെ വിശേഷങ്ങൾ. താനൂഫ് എന്നാണ് ഡാമിൻ്റെ പേര്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.